ഹായ് ഫ്രണ്ട്സ്, ദാ ഈ കിടപ്പിന് പിന്നിൽ ഒരു കഥ പറയാനായിട്ടുണ്ട്. അതായത് ജേഴ്സി വാങ്ങിയ കഥ. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഒരുപാട് കടകളിൽ കയറിയിരുന്നു മോള് സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ജേഴ്സി മേടിക്കാനായിട്ട്. പക്ഷേ മോളുടെ അളവിനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് വന്നു. തിരുവല്ലയിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ ആദ്യം ഒരു കടയിൽ കയറി. അവിടെ ജേഴ്സി ഉണ്ട്, പക്ഷേ മോള് സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ജേഴ്സി ഇല്ല. അതായത് റൊണാൾഡോയാണ് മോള് സപ്പോർട്ട് ചെയ്യുന്ന ആൾ, 7-ാം നമ്പർ ജേഴ്സി. അവിടെ നമ്മൾ കുറേ ജേഴ്സികളൊക്കെ നോക്കി. പിന്നെ അടുത്ത കടയിൽ നമ്മൾ വന്നു. കാരണം അവിടെയും ഉണ്ട്, ഒത്തിരി ജേഴ്സി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മോള് സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ജേഴ്സി ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ കുറേ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടി ഒരു റൊണാൾഡോയുടെ ജേഴ്സി, 7-ാം നമ്പർ. പക്ഷേ അത് മോൾക്ക് അളവല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ കയറി. അടുത്ത കടയിൽ ഈ പറയുന്ന പോലെ ജേഴ്സി ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ അളവില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തതെന്നറിയാമോ? അവിടെ ഒരു ഫുട്പാത്ത്. ആ ഫുട്പാത്തിലോട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടകളുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഫസ്റ്റ് കാണുന്ന കടയിൽ തന്നെ കുറേ ജേഴ്സികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ കടയിലോട്ട് അങ്ങ് കയറി നമ്മൾ റൊണാൾഡോയുടെ ജേഴ്സി ചോദിച്ചു. അവിടെ കുറേ ജേഴ്സികളുണ്ട്. 7 നമ്പർ തന്നെ ജേഴ്സി ഉണ്ട്. അന്നേരം മോളുടെ അളവിനൊന്ന് കിട്ടിയാൽ മതി, അതായിരുന്നു പ്രാർത്ഥന. അങ്ങനെ കുറേ തപ്പിക്കഴിഞ്ഞപ്പോൾ കിട്ടി മോളുടെ അളവിനുള്ള ജേഴ്സി. പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ഭയങ്കര സന്തോഷമുണ്ട് ആൾക്ക്. കാരണം ഒത്തിരി കടകളിൽ നമ്മൾ കയറിയല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഇതൊക്കെ മേടിച്ച് ഇറങ്ങുമ്പോൾ ഒരാൾ പിണങ്ങി നിൽക്കുക. കാരണം ആ ആൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ജേഴ്സി വാങ്ങിയില്ല. പിന്നെ പപ്പായും ഇളയ ആളും കൂടി ആളതൊന്നും നോക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു ജേഴ്സിയും കൂടെ വാങ്ങിയില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ യുദ്ധമാണ്. പിന്നെ ഇളയാൾ പറഞ്ഞു, ഉള്ളിലോട്ട് കുറേ കടകളുണ്ടല്ലോ, നമുക്കൊന്ന് കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ടുള്ള കുറേ കടകളൊക്കെ ഒന്ന് നോക്കി. മുഴുവനും കണ്ടില്ല, കാരണം കുറേയും കൂടെ ദൂരമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ തന്നെ ഫ്രഷായിട്ട് ചിപ്സൊക്കെ ചെയ്യുന്ന കടയുണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇച്ചിരി ചിപ്സും ഇച്ചിരി മിച്ചറും ഒക്കെ വാങ്ങി നേരെ ചങ്ങനാശ്ശേരി, തൃക്കൊടിത്താനത്താണ് വീട്, തൃക്കൊടിത്താനത്തേക്ക് പോയി. അവിടെ നിന്ന് ഇച്ചിരി ദൂരമുണ്ട്. ചങ്ങനാശ്ശേരിയും തിരുവല്ലയായിട്ട് ഇച്ചിരി ദൂരമുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് ഭയങ്കര സന്തോഷമാണ്. കാരണം ജേഴ്സി കിട്ടിയല്ലോ. ആ സന്തോഷമാണ് ഈ കാണുന്നത്. സ്കൂളിൽ പോവാണ്. പക്ഷേ സ്കൂളിൽ ചെന്ന് ഉച്ചയായപ്പോഴേക്കും എനിക്കൊരു കോള്. എന്താണെന്നല്ലേ, ആ കിടക്കുന്ന കിടപ്പാണ് ഇത്, മോൾക്ക് തലവേദനയാണ്, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഫുട്ബോൾ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മോൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഗേറ്റ് പാസ്സൊക്കെ വാങ്ങി മോളെയും കൊണ്ട് നേരെ വീട്ടിലോട്ടിങ്ങ് വന്നു.